കെടുകാര്യസ്ഥത ജനങ്ങളുടെ വിശ്വാസവഞ്ചന. കെടുകാര്യസ്ഥത എന്നത് ഭരണ സംവിധാനത്തിന്റെ ഏറ്റവും അപകടകാരിയായ രോഗമാണ്. ഗ്രാമവാസികളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാനായിരുന്നു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ ആരംഭം. എന്നാൽ ഇന്നതിന്റെ അവസ്ഥ അതീവ ദയനീയമാണ്. പല ദിവസങ്ങളിലും ഡോക്ടർ പോലുമില്ല. ചില ദിവസങ്ങളിൽ പരിചാരകരില്ല. മുറികളുടെ ശുചിത്വം പച്ചക്കറി മാർക്കറ്റിനേക്കാൾ മോശം. ഇത്രയും രൂപ ചെലവഴിച്ചിട്ടും നമ്മുടെ ആശുപത്രി ഇന്നും ഈ നിലയ്ക്കെത്തിയതെങ്ങനെ? ജനങ്ങളുടെ മനസ്സിലുയരുന്ന കനത്ത ചോദ്യം ഇതാണ്. നമ്മളിപ്പോൾ ഉള്ളത് പുറത്തൂരിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിന് മുന്നിലാണ്. അതിൻ്റെ CHC ക്വാർട്ടേഴ്സിന് മുന്നിൽ നിന്നിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഇവിടെ സ്ഥലപരിമിതി മൂലം നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് രോഗികളെ ശുശ്രൂഷിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഇല്ലാതിരിക്കുകയാണ്. ബിൽഡിങ്ങുകളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പുറത്തേക്ക് നോക്കൊരു ആംബുലൻസാണ്, നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ആംബുലൻസാണ് വളരെ ദ്രവിച്ചു പോയിരിക്കുകയാണ്. അങ്ങനെ ക്വാർട്ടേഴ്സ് കെട്ടിടങ്ങളും എല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം. ഇവിടെ ഒരുപാട് പദ്ധതികൾ നമുക്കിവിടെ കൊണ്ടുവരാൻ കഴിയും. 10 വർഷങ്ങൾക്ക് മുമ്പ് ഐക്യ ജനാധിപത്യ മുന്നണി പ്രിയപ്പെട്ട M. അല്ലൂട്ടി സാഹിബ് ബ്ലോക്ക് പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് ഇവിടെ ഒട്ടേറെ പദ്ധതികൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ തുടർന്ന് വന്നിട്ടുള്ള ഭരണസമിതികൾ അത് കൊണ്ടുവന്നില്ല എന്ന് മാത്രമല്ല, ഇതിനെ വേണ്ട രീതിയിൽ പരിചരിച്ചില്ല എന്നുള്ളതിൻ്റെ ഒരു ഇതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഹോസ്പിറ്റലിലെ ആംബുലൻസ്, അതുപോലെ തന്നെ ഈ ഹെഡ് ക്വാർട്ടേഴ്സ്, സിസ്റ്റേഴ്സിന് താമസിക്കാനുള്ള സൗകര്യങ്ങൾ, ഇതൊക്കെ കാട് പിടിച്ച് വളരെയധികം പ്രയാസകരമായി കിടക്കുന്ന സ്ഥലമാണ്. സ്ഥലമില്ലാഞ്ഞിട്ടല്ല, സ്ഥലം ഇവിടെ പരന്ന് കിടക്കുന്ന ഒരുപാട് ആളുകളുടെ തന്നിട്ടുള്ള സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. തൊട്ടപ്പുറത്തേക്ക് നോക്കിയാൽ നമുക്കറിയാം നമ്മുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ. ആ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിൽ 1-ാം നില പ്രിയപ്പെട്ട പുറത്തൂരിലെ MH ബാവഹാജി അവരുടെ മറിയുമ്മയുടെ അവർക്ക് വേണ്ടി, ഓർമ്മകൾക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ളത്. അതിന് മുകളിൽ 3-ാം നില പെരിന്തിരുത്തിയിലെ സെയ്ദ്വാജി ദാറുസലാം ബിൽഡിംഗ് ആയിട്ട് അത് തന്നിട്ടുള്ളത്. അങ്ങനെ ആ ആളുകളുടെ കയ്യിൽ നിന്ന് ഇവിടെയുള്ള പ്രിയപ്പെട്ട നേതാക്കൾ KC ബാബാസാഹിബിനെ പോലെ, അദ്രാഖനെ പോലെയുള്ള ആളുകൾ അവരുടെ നിരന്തരമായിട്ടുള്ള ശ്രമങ്ങളുടെ ഫലമായിക്കൊണ്ട് ഇതിനെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററാക്കി ഉയർത്തിയത് ET മുഹമ്മദ് ബഷീർ സാഹിബ് നിയോജകമണ്ഡലം MLA ആയിരിക്കുന്ന സമയത്താണ്. അന്ന് ശങ്കരൻ എന്ന് പറയുന്ന നമ്മുടെ ആരോഗ്യമന്ത്രിയാണ് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ടുള്ളത്. അങ്ങനെ പുറത്തൂരിലെ തീരദേശ പ്രദേശങ്ങളിലെ അതുപോലത്തെ പാവപ്പെട്ട ഒരുപാട് ആളുകളുടെ രോഗികളുടെ ആശാ കേന്ദ്രമായിട്ടുള്ള ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ ഇന്ന് അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കുന്നതിനുള്ള സൗകര്യമില്ലാത്തൊരു സാഹചര്യം. 10 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വരുന്ന രോഗികൾക്ക് അവരുടെ കൂട്ടിരിപ്പുകാർക്കും വിശുദ്ധ റമദാനിൽ നോമ്പുതുറക്കുള്ള വിഭവങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു എളിയ പ്രവർത്തകനാണ് ഞങ്ങൾ അടക്കമുള്ളവർ. അപ്പോൾ ഇന്ന് അതിന് സൗകര്യമില്ല. കാരണം ആളുകൾക്ക് അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കാനുള്ള ബിൽഡിങ്ങിൻ്റെ അപര്യാപ്തത മൂലം അത് പ്രയാസപ്പെടുകയാണ്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബിൽഡിംഗ് ദ്രവിച്ച് നശിച്ച് അത് പൊളിഞ്ഞു വീഴാറുള്ള സാഹചര്യത്തിലാണ്. കോട്ടയം ജില്ലാ മെഡിക്കൽ ഹോസ്പിറ്റൽ തകർന്ന് തരിപ്പണമായപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം അത് പൊഴിഞ്ഞു കിടക്കുകയാണ്. എന്നാൽ അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന ബിൽഡിങ്ങുകൾ മാറ്റി അവിടെ പുതിയ മനോഹരമായിട്ടുള്ള കെട്ടിടങ്ങൾ കൊണ്ടുവരാനുള്ള ത്രാണിയില്ലാത്ത ആളുകളാണ് അധികാരികൾ എന്നുള്ളതിൻ്റെ ദുരന്ത ഫലമാണ് ഇപ്പോൾ പുറത്തൂർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് പുറത്തൂരിലെ CHC ആണ്. 3 പഞ്ചായത്തുകളിലെ ആളുകൾ ചികിത്സാർത്ഥം വരേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ പുറത്തൂർ CHC എന്നുള്ളത്. സത്യത്തിൽ ഇതിൻ്റെ ദൗർലഭ്യം എന്നുള്ളത് ഇവിടുത്തെ സ്ഥല പരിമിതിയാണ് ഇതിൻ്റെ ദൗർലഭ്യമായി കാണുന്നത്. വർഷങ്ങളോളം പഴക്കമുള്ള ബിൽഡിങ്ങുകൾ ഇപ്പോൾ നമുക്ക് ഇത് തന്നെ കാണാം. ഇതിപ്പോൾ വളരെയധികം വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള ഒരു ബിൽഡിങ്ങാണ് ഈ കാണുന്നത്. ഇതെല്ലാം പൊളിച്ചു മാറ്റി. ഇതിലിപ്പോൾ ഓഫീസുകളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അത് കോട്ടയത്തെ മെഡിക്കൽ കോളേജിലെ അപകടം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള ബിൽഡിങ്ങുകളിൽ നിന്നും ഓഫീസുകളൊക്കെ മാറ്റി സ്ഥാപിക്കണം എന്നുള്ളൊരു നിയമം വന്നതിനാലാണ് ഇതിൽ നിന്നും ഉണ്ടായിരുന്ന ഓഫീസ് നേരെ കിടത്തി ചികിത്സിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റി അവിടുത്തെ ആ സ്ഥലം വരെ പരിമിതിയിലേക്ക് നീങ്ങുകയുണ്ടായി. ദിനം പ്രതി ഒട്ടനവധി ആളുകൾ വരുന്ന ഒരിടമാണ് നമ്മുടെ ഈ ആതുരാലയം എന്നുള്ളത്, CHC എന്നുള്ളത്. അവിടെ ലാബിൻ്റെ പരിപാടികൾ നടക്കുന്ന ഒരു കേന്ദ്രമാണ്. അപ്പുറം ഇവിടെയൊന്നും ചീട്ടുകൾ കൊടുത്താണ് പരിപാടികൾ നടക്കുന്നത്. ഇവിടെയാണ് ഡോക്ടേഴ്സ് ഇരിക്കുന്ന സ്ഥലം. അന്നത്തെ മന്ത്രി ET മുഹമ്മദ് ബഷീർ സാഹിബിന്റെ ഇടപെടലാണ് ഇതിന് പ്രധാന കാരണം. സാധാരണ ഒരു നിയോജക മണ്ഡലത്തിൽ 1-ലധികം CHCകൾ ഉണ്ടാവാറില്ല. എന്നാൽ വണ്ടൂർ, തിരൂർ നിയോജക മണ്ഡലത്തിൽ 2-ാമത്തെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ അനുവദിക്കപ്പെടുന്നതിന് പിന്നിൽ മികച്ച രാഷ്ട്രീയ സാമൂഹ്യ ശ്രമങ്ങളാണ്. ശേഷം സർക്കാർ മാറി KT ജലീൽ MLA ആയി, പിന്നീട് മന്ത്രിയായി അധികാരത്തിലെത്തി. മന്ത്രിപദം ഏറ്റെടുത്തതിന് 1 മാസം പിന്നെ പുറത്തൂർ ആശുപത്രിയിൽ വിളിച്ചുകൂട്ടിയ യോഗത്തിൽ അദ്ദേഹം നിർദ്ദേശം നൽകിയിരുന്നു. നിലവിലെ സൗകര്യങ്ങളുടെ വിവരങ്ങളും ജനസംഖ്യയുമായി ബന്ധപ്പെട്ട കണക്കുകളും ഉൾപ്പെടുത്തി ഒരു സമഗ്ര റിപ്പോർട്ട് തയ്യാറാക്കണമെന്നും അത് മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും കൂടാതെ തനിക്കും സമർപ്പിക്കണമെന്നും.
രാത്രി കിടത്തി ചികിത്സ ആരംഭിക്കാൻ ആവശ്യമായ നടപടികൾ ഉറപ്പാക്കാമെന്നും അദ്ദേഹം ആശ്വസിപ്പിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം 5 വർഷം മന്ത്രിയായി പ്രവർത്തിച്ചിട്ടും തുടർന്ന് MLA ആയി തുടർന്നിട്ടും തുടർച്ചയായ ഇടതുപക്ഷ ഭരണകാലത്തും പുറത്തൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ കിടത്തി ചികിത്സാ സൗകര്യം ഇപ്പോഴും സ്വപ്നം മാത്രമാണ്. രാത്രികാലങ്ങളിൽ ഡോക്ടർമാരില്ല. ആവശ്യമായ സ്റ്റാഫ് പുതുക്കാത്തതിനാൽ ചികിത്സ സാധ്യമല്ല. നമ്മുടെ പുറത്തൂർ CHSന്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. നേരം വൈകി രാത്രി ആയി കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം ഒരു രോഗി എന്തെങ്കിലും അത്യാവശ്യം നമ്മുടെ മനുഷ്യന്മാരാണ്, ഏത് സമയത്ത് എന്ത് സംഭവിക്കാം, എന്ത് രോഗങ്ങളും ആർക്ക് സംഭവിക്കാം. ആ സമയത്ത് എന്തെങ്കിലും അത്യാവശ്യം ഒരു ഗ്ലൂക്കോസ് കയറ്റാൻ മറ്റെന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ രാത്രി ആയിക്കഴിഞ്ഞാൽ ഈ ഗേറ്റ് അടച്ചിട്ട് കിടക്കുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലാണ് ഈ ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നത്. ഒരുവിധ സൗകര്യങ്ങളോ മറ്റൊന്നോ ഈ തീരദേശമായിട്ടുള്ള സാധാരണക്കാരർക്ക് കിട്ടാത്തൊരവസ്ഥയിലാണ് ഈ ഹോസ്പിറ്റലിൽ സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 മാസം മുമ്പാണ് ഇവിടെയുള്ള ഒരു മെമ്പറുടെ മകന് ഒരു അസുഖം വന്ന്, ഒരു പനി വന്ന് 5 മണിക്കാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ആ സമയത്ത് OPയിൽ ആളില്ലാത്തതിൻ്റെ പേരിൽ തൊട്ടപ്പുറത്തുള്ള കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ സ്വാധീനിക്കേണ്ട ഒരു സാഹചര്യം വരികയാണ്. അങ്ങനെ വരുമ്പോൾ ഒരു രോഗിക്ക് ഒരു ട്രിപ്പ് ഇടുന്നതിന് വേണ്ടി സ്വകാര്യ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർക്ക് വന്നിട്ടുള്ള ചെലവ് എന്ന് പറയുന്നത് 2750 രൂപയാണ്. പാവപ്പെട്ട ഈ നാട്ടിലെ ജനങ്ങൾ അവരുടെ ആർക്കെങ്കിലും ഒരു ചെറിയ അസുഖം വന്നാൽ നമ്മുടെ ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൽ വന്ന് ചികിത്സ നടത്താനുള്ള സൗകര്യമില്ലാത്ത ആ സൗകര്യങ്ങൾ നിഷേധിച്ചുകൊണ്ട് പാവപ്പെട്ട രോഗികൾ ആശ്രയിക്കുന്ന ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിനെ തകർത്ത് തൊട്ടപ്പുറത്തുള്ള സ്വകാര്യ ഹോസ്പിറ്റലിലേക്ക് വേണ്ടി കുടപിടിക്കുന്നവരായി അധികാരികൾ മാറുമ്പോൾ അവർക്കെതിരെ പ്രതികരിക്കേണ്ട ബാധ്യത നല്ലവരായിട്ടുള്ള ജനങ്ങൾക്കുണ്ട്. ജനങ്ങൾ ചോദിക്കുന്നു, ജനങ്ങളുടെ ആരോഗ്യാവകാശം ഭരണകൂടങ്ങളുടെ അവഗണനയുടെ ഇരയായി മാറുകയാണ്.